ഹായ് ഫ്രണ്ട്സ്, ഡൊമിനിക് അരുൺ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത നസ്ലിൻ, കല്യാണി പ്രിയദർശൻ, അരുൺ കുര്യൻ, ചന്തു സലിംകുമാർ, സാൻഡി മാസ്റ്റർ, അങ്ങനെ ഒരുപാട് വൻ താരനിര തന്നെയുള്ള ലോക ചാപ്റ്റർ 1 ചന്ദ്ര അത് ഞങ്ങൾ ഇന്നലെ പോയി കണ്ടിരിക്കുന്നു. അതിന്റെ ഒരു ചെറിയ ഞങ്ങളുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. പടം മൊത്തത്തില് പറഞ്ഞു വരുവാണെങ്കിൽ എങ്ങനെയുണ്ട്? ഒരു ലോകം തന്നെയാണ്. ഒരു പുതിയ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ മുഖം തന്നെ. മലയാള സിനിമയാണോ എന്നൊരു ഡൗട്ടുള്ള സിനിമ. ഒരു രക്ഷയില്ല. ഹോളിവുഡ് ആയിട്ടാ സാധനം. ബോളിവുഡിനെ ഒന്നും ആക്ച്വലി മലയാള സിനിമയ്ക്ക് ഇതൊരു പുതിയ മുഖം തന്നെയാണ്. കാരണം ഇതിന്റെ ഓരോ ഫ്രെയിം വർക്ക് കണ്ട ഇതൊരു മലയാള സിനിമയെന്ന് പറയത്തില്ല. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വേഫർ ഫിലിംസ് ആണ്, ദുൽഖർ സൽമാന്റെ ബാനർ. അതെ അതെ അതെ. കാരണം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു സിനിമ മലയാള സിനിമയിൽ വരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവര് തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നു. കാരണം മിന്നൽ മുരളിക്ക് ശേഷം ഒരു സൂപ്പർ ഹീറോ അല്ല, സൂപ്പർ ഹീറോയിൻ മൂവി അങ്ങനെ തന്നെ പറയാം. മലയാള സിനിമയിൽ കുറെ നാളായിട്ട് ഒരു ഹീറോയിൻസിന് വലിയ സാധനങ്ങൾ വരുന്നില്ല, അത് വരുന്നില്ല, ഇത് വരുന്നില്ല എന്ന് പറഞ്ഞവരൊക്കെ തിയേറ്ററിൽ തന്നെ പോയിരുന്ന കാണേണ്ട ഒരു സിനിമയാണ് കല്യാണി പ്രിയദർശൻ. രക്ഷയില്ല. ഓരോ സീനിലും പുള്ളിക്കാരത്തി എന്താ പറയാ, അമ്മാതിരി സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു. ഫൈറ്റ് ഒക്കെ ചെയ്തേക്കുന്നത് മീൻസ് ശരിക്കും കല്യാണിയുടെ സിനിമ ഒരു അങ്ങനെ തന്നെ നമുക്ക് പറയാം കേട്ടോ. കല്യാണിയുടെ സിനിമ ആക്ച്വലി ലോക ചാപ്റ്റർ 1 ഈസ് ഓൾ ഓവർ കല്യാണി മൂവി അങ്ങനെ തന്നെ പറയാം. അഭിനയിച്ച മറ്റുള്ള എല്ലാവരും കൂടുതൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് നമുക്ക് ഒന്നിലോട്ട് എത്താനും പറ്റുന്നില്ല. ഓൾ ഇൻ ഓൾ ഇതൊരു മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ്. കാരണം തിയേറ്ററിൽ നിന്ന് തന്നെ കാണേണ്ട പടം. അമ്മാതിരി പണി വെച്ചെടുക്കുക, അമ്മാതിരി സാധനങ്ങളുണ്ട്. തിയേറ്ററിൽ കാണുമ്പോ ലാസ്റ്റ് ആ ടൈറ്റിൽ കാർഡ് കാണിച്ചിട്ട് നിങ്ങൾ അവിടെ തന്നെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഗെയിമുണ്ട്. നമ്മള് സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ത്രില്ലിങ് വേണ്ടിട്ട് നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു സാധനം. നാളിൽ കേട്ടുവളർന്ന മുത്തശ്ശി കഥകള്, നമ്മളെ കത്തനാർ ആക്ച്വലി അങ്ങനെയുള്ള പഴയ കുറെ മിത്തുകള് ന്യൂജൻ ലെവലില് ഇറക്കി വെച്ചേക്കുന്ന ഒരു സിനിമ. അത് ഡയറക്ടർ ഡൊമിനിക് അരുൺ. അതെ അതെ. കാരണം ഇങ്ങനെ ഒരു ഐഡിയ ഇതല്ല വേറൊരു ഇതിന്റെ കഥ വേണേ നമുക്ക് എഴുതാം, കുഴപ്പമില്ല. പക്ഷെ അത് ആ പ്രസന്റ് ചെയ്ത ആ ഡയറക്ടർ ആ കഴിവില്ലേ സ്ക്രീനിൽ കാണിച്ചേക്കുന്ന രീതി രക്ഷയില്ല. കുട്ടിച്ചാത്തൻ ഒരു ക്യാമിയോ ആണ്. വേണ്ട, കൂടുതൽ അങ്ങോട്ടേക്കില്ല. പിന്നെന്താ പറയാ, എല്ലാരും പ്രിയദർശനും ഒരു രക്ഷയില്ല കേട്ടോ. നസ്ലിൻ, എല്ലാ ചന്തു കറക്റ്റ്. ചില സമയങ്ങളിലൊക്കെ നമ്മള് സലീം കുമാറിനെ കണ്ടൊരു ഫീൽ ആയിരുന്നു കേട്ടോ, സത്യം പറയാലോ. പിന്നെ നമ്മളെ അരുൺ കുര്യൻ, അവരുടെ ഒരു ഗ്യാങ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കോമഡി ഉണ്ട് ഈ സിനിമ. അതാണ് പറയണം. കാരണം ആറ്റിറ്റ്യൂഡും എന്താ പറയാ ഒരു സാധനങ്ങൾ നെസ്ലിന് മാത്രം ചെയ്യാൻ പറ്റും. സിനിമയിലെ ഈ ദിലീപിന്റെ നസ്ലിന്റേതായിട്ടുള്ള കുറെ ഫേസ് ആക്ഷൻ ആയാലും കാര്യങ്ങളൊക്കെ കാരണം ഒരു പടം ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ ഒരു നസ്ലിന് പറ്റും അല്ലെ. ഒരു സപ്പോർട്ട് കോമഡിയൻ ആക്ടിങ്സ് അങ്ങനെ ആരും വേണമെന്നില്ല. അത് ആക്ച്വലി നസ്ലിൻ കിടുവാണ്. പിന്നെ കല്യാണി പ്രിയദർശന്റെ സ്ക്രീൻ പ്രസൻസ്, പിന്നെ ഫൈറ്റ്, ടോട്ടൽ ഒരു മൂപ്പറുണ്ട്. അതൊക്കെ ഡയലോഗ് ഉണ്ട്. തിയേറ്റർ മൂപ്പർ അങ്ങനെ. പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ നമ്മളെ കൂടുതൽ സിനിമയുടെ കഥകളിലേക്ക് പോകണ്ട. ഞാൻ സെക്കൻഡ് പാർട്ടിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. കാരണം അതെ. അപ്പം ഞങ്ങള് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്കും കമന്റും ഒക്കെ വന്നിട്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.